രാമക്ഷേത്ര കൊള്ളയിൽ വലിയ പ്രതിഷേധമാണ്, ശക്തമായ പ്രതിഷേധമാണ്. അമിത്ഷാ എവിടെ എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ചോദ്യം. ലോക്സഭ 2 മണിവരെ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചു. सबको पर्याप्त समय पर्याप्त अवसर दूंगा. चलिए, सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है. मेरा आग्रह आपसे. ലോക്സഭയിൽ വലിയ പ്രതിഷേധമായിരുന്നു. ബഹളത്തെ തുടർന്ന് 2 മണിവരെ സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം കാവേരി വിഷയത്തിൽ പാർലമെന്റ് മുന്നിൽ ധർണ നടത്തിയിട്ടുണ്ട് DMK. തമിഴ്നാട്ടിലുള്ള വലിയ പ്രതിഷേധമാണ് കാവേരി വിഷയത്തിലും ഉണ്ടാകും. രാമക്ഷേത്ര കൊള്ളയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. രാമക്ഷേത്ര കൊള്ളയിൽ രാജ്യസഭയിലും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 12 മണിവരെയാണ് രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, 2 മണിവരെ ലോക്സഭ, 12 മണിവരെ രാജ്യസഭ. ഇരുസഭകളിലും സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? രതീഷ്, രാജ്യസഭയിൽ രാമക്ഷേത്ര കൊള്ളയാണ് എന്ന വിഷയമായത്. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് രാമക്ഷേത്ര വിഷയത്തിൽ വരുന്നത്. നടുത്തളത്തിൽ ഇറങ്ങുകയും എന്തുകൊണ്ട് ഞങ്ങൾ CBI EDയെയും ഒന്നും ഈ വിഷയം അന്വേഷിക്കാൻ വിടുന്നില്ല എന്നുള്ളതായിരുന്നു ഖാർഗെയുടെ ചോദ്യം. ജനങ്ങളോട് മാപ്പ് പറയണം ഈ കൊള്ളയ്ക്ക് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇതിന് മറുപടി നൽകിയ പാർലമെന്ററി മന്ത്രി കിരൺ റിജിജു ആകട്ടെ രാമനെ അപമാനിക്കുകയും രാമനെ അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തവരാണിപ്പോൾ രാമനെ കുറിച്ച് വേവലാതി കൊള്ളുന്നത് എന്നാണ് കിരൺ റിജിജുവിന്റെ വാദം. മാത്രമല്ല, ജനങ്ങളോട് മാപ്പ് പറയേണ്ടത് പ്രതിപക്ഷമാണ് എന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. നടുത്തളത്തിൽ വലിയ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ ഇപ്പോൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയാകട്ടെ തുടങ്ങി 5 മിനിറ്റിനുകൊണ്ട് തന്നെ 2 മണിവരെ നിർത്തിവെച്ചു. കാവേരി വിഷയം DMKയും അതോടൊപ്പം അമിത്ഷായുടെ വിഷയം മറ്റ് കോൺഗ്രസ് അംഗങ്ങളും ഒക്കെ തന്നെ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ സഭയുടെ നടുത്തളത്തിലും ബഹളം രൂപം കൊണ്ടതിനെ തുടർന്നാണ് പെട്ടെന്ന് 2 മണിവരെ സഭ നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിച്ചു.